ഹലോ, ആരാ? ആ, പങ്കജ് ചേച്ചിയായിരുന്നോ? ചേച്ചി ഇപ്പൊ സംസാരിക്കാൻ ഒട്ടും സമയമില്ല. ഞാനും കുട്ടിച്ചേട്ടനും കൂടെ ആശ്രമത്തിലോട്ട് പോവാ. ഏത് ആശ്രമമെന്നോ? അപ്പൊ പത്രത്തിലൊന്നും വായിച്ചില്ലേ? സ്വാമി ഹിമവൽ ചൈതന്യയുടെ ആശ്രമം ഇന്ന് ഉദ്ഘാടനല്ലേ. എന്റെ ചേച്ചി 2-3 വർഷമായി ഞങ്ങള് സ്വാമിജിയെ കാണാൻ പെടാ പാടുപെടുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തില് എത്ര പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നറിയോ? ചേച്ചി, സ്വാമിജി എത്തണതിന് മുമ്പ് ഞങ്ങക്ക് അവിടെ എത്തണം. എല്ലാം രാത്രി വന്നിട്ട് പറയാം. അവിടെ നിക്കാൻ സ്ഥലം കിട്ടുമെന്ന് ഇപ്പൊ ഞങ്ങളുടെ പേടി. വെക്കട്ടെ. കുട്ടിച്ചേട്ടാ, കുട്ടിച്ചേട്ടാ. കിടന്ന് ഒച്ച വെക്കാതെ. അതെ, നീ കുട്ടിച്ചേട്ടാ കുട്ടിച്ചേട്ടാന്ന് വിളിക്കുമ്പോ ഞാൻ കേൾക്കുന്നത് കുട്ടിച്ചാത്താ കുട്ടിച്ചാത്താന്നാ. നിനക്കെന്താ കൃഷ്ണേട്ടാന്ന് വിളിച്ചാൽ? തിരിച്ചു വന്നിട്ട് ഞാൻ അങ്ങനെ വിളിച്ചോളാം. ഒന്ന് വേഗം ഇറങ്ങണുണ്ടോ? ഭഗവാനെ, തിരക്കിനിടയിൽ അവിടെ ഇരിക്കാൻ ഇത്തിരി സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. ഹിമവൽ ചൈതന്യ സ്വാമിജി. ഭക്തി എഴുന്നേൽക്കൂ. അല്പനേരം സ്വാമിജി ഏകാന്ത ധ്യാനത്തിലായിരിക്കും. സ്വാമിജി എലോൺ പ്രേ ഇൻസൈഡ്. നോബഡി കം. ഗോ പ്ലീസ് ഗോ. ഗോ. ഭജന തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ. വാചസ്പതി സ്വാമി, ആത്മൻ, ഞാൻ വിചാരിച്ചത്ര ജനക്കൂട്ടം കാണുന്നില്ലല്ലോ. വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്തില്ലേ? പബ്ലിസിറ്റി ഇല്ലാത്തോണ്ടല്ല സ്വാമിജി. ഇപ്പൊ മുക്കിന് അമ്മമാരും സ്വാമിമാരും എത്രയെന്ന് വെച്ചാ ഭക്തന്മാർ വിഭജിച്ചു പോവാ. പിന്നെ പുതിയ സ്ഥലമല്ലേ, പച്ച പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ദേഹമാസകലം വേദനിക്കുന്നു. എന്തൊരു യാത്രയായിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും പാനീയം തരൂ സ്വാമി. അയ്യോ, എനിക്കും വല്ലാത്ത ക്ഷീണം. അല്ല, ജലം വേണ്ട. അയ്യോ, കരിഞ്ഞു പോവും. തൊട്ടുനക്കാൻ ബീഫ് ഒലത്തിയതൊന്നും ഇല്ലേ സ്വാമി? ഇല്ല. നിർഗുണൻ. അധികം വേണ്ട, പുതിയ സ്ഥലമാ. മണം അടിച്ച ചീത്തപ്പേരാകും. പിന്നൊരു കാര്യം, ഓ, എന്റെ കാല് തൊട്ട് വന്നിക്കുമ്പോ സായിപ്പന്മാരോട് വിതുമ്പിക്കരയാൻ പറയണം. അത് ഷൂട്ട് ചെയ്തെല്ലാ ചാനലിലും കൊടുക്കണം. ഓ, അവർക്ക് കണ്ണിൽ ഒഴിക്കാൻ ഗ്ലിസറിൻ കൊടുത്തോളൂ. ഗ്ലിസറിനൊക്കെ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു സ്വാമിജി. സമർത്ഥൻ. നന്ദി. ഞാൻ പോയി ദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കട്ടെ. ആയിക്കോട്ടെ. ഇനി ഓം ശാന്തി ശാന്തി. ഹിമവൽ സ്വാമി ശരണം, ഹേമാംഗ സുന്ദര ശരണം. ഹിമവൽ സ്വാമി ശരണം, ഹരിപാദമേ സ്വാമി ഹര രൂപമേ, ഹരിഹര ദൈവമേ മമ ശരണം. ഹിമവൽ സ്വാമി ശരണം, ഹേമാംഗ സുന്ദര ശരണം. പാദപൂജയ്ക്കുള്ള സമയമായി. കം കം. ഇമ്പം നൽകണമേ, തുമ്പം തീർക്കണമേ, പൊൻപദങ്ങൾ
ഹിമവൽ സ്വാമി ശരണം ഹേമാംഗ സുന്ദര ശരണം ഹിമവൽ സ്വാമി ശരണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം ഈ നാട്ടിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വർഷത്തിൽ എത്ര ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് ദർശനം നൽകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. റഷ്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ പോകണം, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോകേണ്ടതുണ്ട്, ഇന്ത്യയിലും വിദേശത്തുമായി പാവങ്ങൾക്കുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, കമ്പിക്ക് സിമെന്റിനൊക്കെ എന്താ വില. നല്ല പണിക്കാരെ കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ പണി അറിയില്ല, അറിഞ്ഞാൽ തന്നെ ചെയ്യില്ല. ആത്മൻ എന്താ പറയുന്നേ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സങ്കടങ്ങളില്ല. എല്ലാം ഇന്നു മുതൽ നമ്മുടെ സങ്കടങ്ങളായിരിക്കും. പക്ഷേ ജീവിതത്തിലെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മച്ചിത്ത മൽഗത പ്രാണ എന്ന് വെച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു, പക്ഷേ നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല. കര എന്നച്ഛമാം നിത്യം ബദ, മരം വെട്ടുകാരൻ മരം വെട്ടുന്നു, പക്ഷേ മരം അയാളെ വെട്ടുന്നില്ല. സ്വച്ഛന്ദിത രമന്തിച്ച നഹതം, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. ഈ തത്വങ്ങളെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഹിമവൽ സ്വാമി ശരണം ഹേമാംഗ സുന്ദര ശരണം ഹിമവൽ സ്വാമി ശരണം. ഞാൻ പുറത്തേക്ക് പോയ ഗ്യാപ്പിൽ പിന്നെ എടുത്ത് കീറിയില്ലേ? കൂടുതൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്തൊക്കെ മണ്ടത്തരങ്ങളാ വിളിച്ച് എഴുന്നള്ളിച്ചേ. സിമന്റ് കമ്പി മണ്ടത്തരം പറഞ്ഞ നിന്റെ തന്തയാ. എന്നെ ഭരിക്കാനൊന്നും വരുന്നത് കേട്ടോ. പോക്കറ്റ് അടിച്ചിടുന്ന കൂമൻ കുമാരനെ വചസ്പതി എന്ന പേര് വിട്ട് കൂടെ കൂട്ടിയൊന്നും മറക്കരുത് കേട്ടോ. സാമീപ്യ ദർശനത്തിന് 7 പേർക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട്, വിളിക്കട്ടാ. എനിക്കിന്ന് മൂടില്ല. 3 പെണ്ണുങ്ങളാ. ഓരോരുത്തരായിട്ട് വിളിക്ക്. ഹിമവൽ സ്വാമി ശരണം ഹേമാംഗ സുന്ദര ശരണം ഹിമവൽ സ്വാമി ശരണം ഹേമാംഗ സുന്ദര ശരണം. ഹരിപാദമേ സ്വാമി ഹര രൂപമേ ഹരിഹര ദൈവമേ മമ ശരണം. എൻ്റെ പൊന്നു മക്കളെ, അറിയാമല്ലോ, സന്യാസി എന്നാൽ സർവസംഘ പരിത്യാഗിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജാതിയില്ല, മതമില്ല. എല്ലാ മതങ്ങളും ഒന്നാണ്. മതസൗഹാർദ്ദമാണ് നാം ഇച്ഛിക്കുന്നത്. നമ്മുടെ ജന്മദിനം അടുത്തു വരികയാണല്ലോ. അന്ന് ഈ ആശ്രമത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം കോഴി ബിരിയാണിയും വിതരണം ചെയ്യുന്നതാണ്. മതസൗഹാർദ്ദ ബിരിയാണി എന്നാണ് നാം അതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ജാതിമത ഭേദമെന്നേ വരുവിൻ, ഒരുമിച്ചിരുന്ന് കഴിപ്പിൻ. വില്ലേജ് ഓഫീസറും കൃഷ്ണൻകുട്ടിയും വന്നിട്ടുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി. വില്ലേജ് ഓഫീസർ വിശ്വനാഥൻ ഭക്തനും കൃഷ്ണൻകുട്ടി ഭക്തനും കുടുംബസമേതം ഇവിടെ എത്തിയ കാര്യം അകക്കണ്ണാൽ നോം മനസ്സിലാക്കുന്നു. സർവമംഗളാനുഭവന്തു. ഓം ശാന്തി. പൂജനീയ ഹിമവൽ ചൈതന്യ സ്വാമിജി 2 പേരുടെ പേരുകളാണ് ഉച്ചരിച്ചിരിക്കുന്നത്. വിശ്വനാഥൻ ഭക്തനും കൃഷ്ണൻകുട്ടി ഭക്തനും. അവർ മാത്രം സാമീപ്യ ദർശനത്തിന് വന്നോളൂ. വരിക. ഇരുന്നാലും ഭക്തരെ, ഓം ശാന്തി. ഇരിക്കൂ. ഇരിക്കുന്നില്ല സ്വാമി. സ്വാമിജി. സ്വാമിജി. സ്വാമിജി, ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ വത്സ.
എന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? വചസ്പതി സ്വാമി, ആത്മൻ വത്സന് നമ്മെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും, അറിയും. സുനാമി വരുമെന്ന് പ്രവചിച്ചു, വന്നില്ലേ? ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് പ്രവചിച്ചു, സംഭവിച്ചില്ലേ? ഇതൊക്കെ എപ്പോ എവിടെ വെച്ചാ ഈ പ്രവചിക്കുന്നത്? സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വന്ന് കേൾക്കായിരുന്നു. ഓം എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ ആപ്പിള്? അതല്ല, ഇതെങ്ങനെ എടുത്തു? എല്ലാം മായ. അത് ശരി. ഞങ്ങൾ 4 പേര് ഒരുമിച്ചാ വന്നത്. എല്ലാവർക്കും കൂടി ഇത് തികയില്ല. 1 കിലോ ആപ്പിൾ കിട്ടിയാൽ നന്നായിരുന്നു. വായുവില് ആപ്പിള് മാത്രമേ ഉള്ളൂ. അരിയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഓരോ ചാക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരൂ. തക്കാളി, വെണ്ടക്കായ, ഇഞ്ചി, പച്ചമുളക് എല്ലാം വായുവിൽ എടുക്ക് സ്വാമി. അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുത്ത് ലോകത്തിന്റെ പട്ടിണി മാറ്റൂ സ്വാമി. സാറ് വന്നിങ്ങട്. ഇന്ന് ആരെയാടോ കണി കണ്ടത്? തന്നെയാണല്ലേ? ആയിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ താൻ കണ്ണാടി നോക്കി കാണും.